ഹലോ, ഹൗ ആർ യു? അപ്പോൾ നമുക്കിന്നൊരു പുതിയ സെക്ഷൻ തുടങ്ങാം. അതാണ് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ്. എക്സാമിന് ചോദിക്കുന്ന ഒരു കിടിലൻ ക്വസ്റ്റൻ ആണ്. അപ്പോൾ അത് വൃത്തിയായിട്ട് നല്ല ശ്രദ്ധിച്ച് മിടുക്കന്മാരായിട്ടിരിക്കുക. നിങ്ങൾ നോക്കൂ, വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് വരയ്ക്കാൻ പറഞ്ഞാൽ ഇതുപോലെ 4 റെസിസ്റ്റർ വരയ്ക്കുക. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? ഇനി പേരുകൾ നോക്കൂ, R1, R2, R3, R4. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഗാൽവനോമീറ്ററും ഫിറ്റ് ചെയ്യുക. എന്നിട്ട് ഇത് പിടിച്ച് ഒരു സെല്ലിലും കൊടുക്കുക. സെല്ലിൻ്റെ EMF എത്ര? ഈ വരച്ചു വെച്ച സാധനത്തിൻ്റെ പേരാണ് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ്, അല്ലെങ്കിൽ വീറ്റ്സ്റ്റോൺസ് നെറ്റ്വർക്ക് നമ്മൾ പറയും. ഇനി ഇവിടെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇവിടെ നിന്നൊരു കറണ്ട് ഇറങ്ങി വരും അല്ലേ? ഈ കറണ്ടിൻ്റെ പേരാണ് I എന്ന് പറഞ്ഞ കറണ്ട് ഇവിടെ വരുമ്പം 2 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഈ കറണ്ടിനെ നമുക്ക് I1 എന്ന് വിളിക്കാം, ഈ കറണ്ടിനെ നമുക്ക് I2 എന്നും വിളിക്കാം. ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി ഈ കറണ്ട് നേരെ ഇവിടെ വരും. ഇവിടെ വന്നിട്ട് എത്ര പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും? 2 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഈ ഗാൽവനോമീറ്ററിൽ കൂടെ പോകുന്ന കറണ്ടിനെ നമുക്ക് IG എന്ന് പറയാം. ഇനി ബാക്കി ഇതിൽ കൂടെ പോകുന്ന ഈ കറണ്ടിനെ I4 എന്ന് പറയാം. ഇനി അടുത്ത് ഇതിൽ കൂടെ പോകുന്ന ഈ കറണ്ടിനെ ഞാൻ I3 എന്ന് വിളിക്കാം. ഒരു ബുദ്ധിമുട്ടുള്ള കേസല്ല. നോക്കൂ എന്തൊക്കെയാണ്. ബാറ്ററിയിൽ നിന്ന് കറണ്ട് ഇറങ്ങി വന്നു, കറണ്ടിന്റെ പേരാണ് I ഇവിടെ വന്നിട്ട് എത്രയായിട്ട് സ്പ്ലിറ്റ് ചെയ്തു? 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. R1 കൂടെ ഉള്ള കറണ്ടിന്റെ പേരാണ് I1, R2 കൂടെ ഉള്ള കറണ്ടിന്റെ പേരാണ് I2. ഇനി I2 എന്ന് പറഞ്ഞ കറണ്ട് ഇവിടെ വന്നിട്ട് ഈ ഗാൽവനോമീറ്ററിൽ കൂടെ കയറിപ്പോയി, ഇതിന്റെ പേരാണ് IG. ഇനി ബാക്കി അങ്ങോട്ടും പോയി, ആ കറണ്ടാണ് I4. ഇനി അടുത്ത് ഇവിടെ നിന്നൊരു കറണ്ട് ഇറങ്ങി താഴെ വരുന്നു, ഇവിടെ നിന്ന് ഈ കറണ്ട് താഴെ വരുന്നു, 2 കൂടെ ചേർത്ത് ഒറ്റ കറണ്ടായിട്ട് അങ്ങോട്ട് പോകുന്നു. ആ കറണ്ടിനെ ഞാൻ എന്തെന്ന് വിളിച്ചു? I3 എന്ന് വിളിച്ചു. ഓക്കെ, ഇനി ഞാനിവിടെ പേരിടാം. ABCD എന്നാണ് ഞാനിവിടെ പേരിട്ടത്. ഇനി കിർച്ചോഫിന്റെ ലൂപ്പ് റൂൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതല്ലേ, അത് നമുക്ക് പ്രയോഗിക്കാം. ആദ്യത്തെ ലൂപ്പിന്റെ പേരാണ് ABDA എന്ന്. നിങ്ങൾ നോക്കൂ, ABDA എന്ന് പറയുന്ന ലൂപ്പിനെ നോക്കൂ, ABDA. ഈ ലൂപ്പിൽ കിർച്ചോഫിന്റെ ലൂപ്പ് റൂൾ പ്രയോഗിക്കണം. കിർച്ചോഫിന്റെ ലൂപ്പ് റൂൾ എന്താണ്? ടോട്ടൽ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു 0. നമുക്കറിയാം. അപ്പൊ Aയിൽ നിന്ന് എങ്ങോട്ട് പോകണം? Bയിലോട്ട് പോകണം. Aയിൽ നിന്ന് Bയിലോട്ട് പോയി ആ ഡയറക്ഷനിൽ ഒരു കറണ്ട് ഉണ്ട്. ആ കറണ്ടിനെ പോസിറ്റീവ് കറണ്ട് ആയിട്ട് എടുത്തു. അതേ ഇൻറ്റു റെസിസ്റ്റൻസ് എടുക്കുമ്പോൾ വോൾട്ടേജ് ആയി. അപ്പോൾ I2 × R2 പ്ലസ് അടുത്ത Bന്ന് Dയിലോട്ട് പോകണം. Bന്ന് Dയിലോട്ട് പോകൂ. നിങ്ങൾ പോകുന്ന ഡയറക്ഷനിൽ തന്നെ ഒരു കറണ്ട് ഉണ്ട്. ആ കറണ്ടിനെ പോസിറ്റീവ് കറണ്ട് ആയിട്ട് എടുത്തോ. ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസിനെ RG എന്ന് വിളിച്ചോളൂ. അപ്പോൾ നോക്കൂ, അപ്പോൾ Bന്ന് Dയിലേക്ക് പോകുന്നു നിങ്ങൾ. ആ ഡയറക്ഷനിൽ തന്നെയാണ് കറണ്ടും. ആ കറണ്ടിനെ പോസിറ്റീവ് കറണ്ടായിട്ട് ഞാൻ എടുത്തു. അങ്ങനെയാണെങ്കിൽ ആ കറണ്ടിന്റെ റെസിസ്റ്റൻസ് എടുത്താൽ അവിടുത്തെ വോൾട്ടേജ് ആയി. അപ്പൊ IG × പറയൂ RG പ്ലസ് അടുത്ത ബാക്കി പറയൂ. അടുത്ത DA എന്നാണ്. Dന്ന് Aയിലേക്ക് പോയി. Dന്ന് Aയിലോട്ട് പോകുന്നു. നിങ്ങൾ പോകുന്നത് Dന്ന് Aയിലോട്ട്, പക്ഷെ കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അപ്പൊ എന്ത് സൈൻ ഇടും? മൈനസ്. അപ്പൊ നെഗറ്റീവ് I1 R1. അപ്പൊ ലൂപ്പ് കംപ്ലീറ്റ് ആയി. ഈസ് ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു 0 എന്നാണ് നമ്മുടെ ലൂപ്പ് റൂൾ പറയുന്നത്. ഞാൻ ഒന്നും കൂടെ പറയാം. നമ്മുടെ ലൂപ്പിന്റെ പേരെന്താണ്? ABDA എന്നാണ് ലൂപ്പിന്റെ പേര്. ഞാനാണ് ഫിക്സ് ചെയ്ത്, എനിക്ക് ഇഷ്ടം പോലെ ഫിക്സ് ചെയ്യാം. അപ്പൊ ABDA എന്നാണ് ലൂപ്പിന്റെ പേര്. ലൂപ്പിന്റെ പേര് ഫിക്സ് ചെയ്താൽ പിന്നെ അതേ ഡയറക്ഷനിലേ മൂവ് ചെയ്യാവൂ. Aന്ന് Bയിലോട്ട് പോകണം. ആ ഡയറക്ഷനിലുള്ള കറണ്ട് റെസിസ്റ്റൻസും കൂടെ ഇൻറ്റു ചെയ്താൽ വോൾട്ടേജ് ആയി. Aന്ന് Bയിലോട്ട് പോകുന്നു, അതേ ഡയറക്ഷനിൽ ഒരു കറണ്ട് കാണുന്നു. ആ കറണ്ടിനെ പോസിറ്റീവ് കറണ്ട് ആയിട്ട് എടുക്കുന്നു. പറയൂ. അപ്പൊ I2 × പറയൂ R2 പ്ലസ് അടുത്ത Bന്ന് Dയിലേക്ക് പോകുന്നു. അതേ ഡയറക്ഷനിൽ തന്നെയാണ് കറണ്ട്. അപ്പൊ ആ കറണ്ട് പോസിറ്റീവ് കറണ്ട് ആണ്. അപ്പൊ IG × പറയൂ ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് RG പ്ലസ് അടുത്ത Dന്ന് Aയിലേക്ക് പോകണം. Dന്ന് Aയിലേക്ക് പോകും. ആ പോകുന്നത് ഇങ്ങോട്ടാണ്, പക്ഷെ കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ കറണ്ടിനെ മൈനസ് എന്ന് എടുക്കുക. അപ്പൊ മൈനസ് I1 × R1. അപ്പൊ ടോട്ടൽ വോൾട്ടേജ് ആയില്ലേ? ഈക്വൽ ടു 0. അപ്പൊ ടോട്ടൽ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു 0. ഒരു കുഴപ്പമില്ലല്ലോ. ഇനി അടുത്ത ലൂപ്പിനെ ഞാൻ പറയാം. നോക്കൂ, അടുത്ത ലൂപ്പിന്റെ പേരാണ് BCDB. BCDB എന്ന് പറയുന്ന ലൂപ്പിനെ നോക്കൂ. BCDB. Bന്ന് Cയിലേക്ക് പോകണം, Cന്ന് Dയിലേക്ക് പോകണം, Dന്ന് Bയിലേക്ക് പോകണം. നിങ്ങൾ തന്നെ പറയൂ. Bന്ന് Cയിലേക്ക് പോകൂ. പോകുന്ന ഡയറക്ഷനിൽ ഒരു കറണ്ട് കാണുന്നുണ്ടോ? കറണ്ടിന്റെ പേരെന്താ? I4. അപ്പൊ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് I4 × R4 പ്ലസ് അടുത്ത പറയണം. ഇനി Cയിലെത്തി. Cന്ന് Dയിലേക്ക് പോകണം. Cന്ന് Dയിലേക്കാണ് പോകുന്നത് നിങ്ങൾ പോകുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട്. അപ്പൊ നെഗറ്റീവ് ഇടണം. അപ്പൊ നെഗറ്റീവ് I3 R3
പ്ലസ് അടുത്ത് സി ഡി ഇന്ന് ബിയിലേക്ക് പോകണം, ഡി ഇന്ന് ബിയിലേക്ക് പോകണം. നിങ്ങൾ പോകുന്ന ഡി ഇന്ന് ബിയിലേക്ക്, പക്ഷെ കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അപ്പൊ നെഗറ്റീവ്. അപ്പൊ നെഗറ്റീവ് ഐ ജി ആർ ജി ഈസ് ഈക്വൽ ടു എത്ര? 0. ടോട്ടൽ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു 0. ബുദ്ധിമുട്ടുണ്ടായോ? എന്താണ് ബി സി ഡി ബി എന്നാണ് എടുത്തത് അല്ലേ? ബിന്ന് സിയിലോട്ട് പോയി, അപ്പൊ ആ ഡയറക്ഷനിൽ തന്നെയാണ് കറണ്ട്. അപ്പൊ ആ കറണ്ട് റെസിസ്റ്റൻസും കൂടെ ഇൻറ്റു ചെയ്യും, I4R4. സിന്ന് ഡിയിലേക്ക് പോട്ടെ, സിന്ന് ഡിയിലേക്ക് പോകുമ്പോൾ കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത്. അപ്പോൾ അതിനെ മൈനസ് ഇടണം. അപ്പൊ -I3R3. അടുത്ത ഡി ഇന്ന് ബിയിലേക്ക് പോകണം, ഡി ഇന്ന് ബിയിലേക്ക് പോകുമ്പോൾ കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നു. അപ്പം -IG ഇൻറ്റു RG. അപ്പൊ ടോട്ടൽ വോൾട്ടേജ് ആയി ഇസ് ഈക്വൽ ടു 0. അപ്പൊ കിർച്ചോഫിന്റെ ലൂപ്പ് റൂൾ 2 സ്ഥലത്ത് പ്രയോഗിച്ചു. ഇനി നമ്മളിവിടെ 4 റെസിസ്റ്റൻസുകളെ നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ? ഈ 4 റെസിസ്റ്ററുകളും സ്യൂട്ടബിൾ ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സ്യൂട്ടബിൾ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ 4 എണ്ണവും വേരിയബിൾ റെസിസ്റ്ററുകളായിരിക്കണ്ടേ? അപ്പൊ ഈ 4 എണ്ണവും വേരിയബിൾ റെസിസ്റ്ററുകളാണ്. അപ്പൊ ഈ 4 എണ്ണത്തിന്റെ വാല്യൂസ് സ്യൂട്ടബിൾ ആയിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഗാൽവനോമീറ്ററിൽ കൂടെ ഉള്ള കറണ്ട് 0 ആയി എന്നിരിക്കട്ടെ. എന്ത് 0 ആയി? ഗാൽവനോമീറ്ററിൽ കൂടെ ഉള്ള കറണ്ട് 0 ആണെന്ന് കാണിക്കുന്നു. അപ്പൊ ഗാൽവനോമീറ്റർ 0 കാണിക്കുന്നു. അപ്പൊ നമ്മുടെ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിൽ ഗാൽവനോമീറ്റർ 0 കാണിച്ചാൽ നമ്മുടെ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയി എന്ന് ഞാൻ പറയും. ബ്രിഡ്ജ് എന്താ എന്ന് പറയും? ബാലൻസ്ഡ് ആയെന്ന് പറയും. അപ്പൊ ബാലൻസ്ഡ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാൽവനോമീറ്ററിൽ കൂടെ കറണ്ട് എത്രയാ? 0 ഉള്ള ബ്രിഡ്ജിന്റെ പേരാണ് ബാലൻസ്ഡ് ബ്രിഡ്ജ്. അപ്പൊ ബാലൻസ്ഡ് ബ്രിഡ്ജ് ആകുമ്പോൾ ഈ ഗാൽവനോമീറ്റർ സെക്ഷനിൽ കൂടെ കറണ്ട് ഇല്ല, അതായത് IG-യുടെ വാല്യൂ എത്രയാവും? 0. അപ്പൊ നമ്മുടെ 2 ഇക്വേഷനും എങ്ങനെ ആവും എന്ന് പറയൂ. I2R2 പ്ലസ് ഇത് 0 ആണ്, IG 0 ആണ്. അപ്പൊ 0 ഇൻറ്റു IG 0 മൈനസ് I1R1 ഈസ് ഈക്വൽ ടു 0 എന്നായി ആദ്യത്തെ ഇക്വേഷൻ. അല്ലെങ്കിൽ I2R2 ഈസ് ഈക്വൽ ടു പറയൂ I1R1 എന്നായി ഇക്വേഷൻ നമ്പർ 1 അവിടെ ഇരിക്കട്ടെ. ഇനി രണ്ടാമത്തെ ഈ ഇക്വേഷൻ എങ്ങനെ ആവും എന്ന് പറയൂ. I4R4 ഇനി മൈനസ് I3R3 ഇനി IG-യുടെ വാല്യൂ എത്ര? 0. അപ്പൊ ആ ടേം പോയി, ഈക്വൽ ടു 0 എന്നായി. അല്ലെങ്കിൽ I4R4 ഈസ് ഈക്വൽ ടു I3R3 എന്നായി ഇക്വേഷൻ നമ്പർ 2. നമുക്കിനി 2 ഇക്വേഷനും തമ്മിൽ ഡിവൈഡ് ചെയ്യാം. ഇക്വേഷൻ 1-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നിങ്ങളൊന്ന് ഡിവൈഡ് ചെയ്ത് പറയൂ. I2R2 ഡിവൈഡഡ് ബൈ I4R4 ഈസ് ഈക്വൽ ടു I1R1 ഡിവൈഡഡ് ബൈ I3R3 എന്ന് കിട്ടി. ഇത്രയും മനസ്സിലായോ? അപ്പോൾ നമുക്കൊരു സ്റ്റെപ്പ് കിട്ടി. ഇനി ഞാൻ പറയുന്ന കാര്യം സൂക്ഷിച്ചിരിക്കണം. നമ്മുടെ ഇവിടെ ഗാൽവനോമീറ്ററിൽ കൂടെ ഉള്ള കറണ്ട് എത്രയാ? 0 ആണ്. അപ്പൊ ഗാൽവനോമീറ്ററിൽ എന്തില്ല? കറണ്ട് ഇല്ല. ഈ സെക്ഷനിൽ കറണ്ട് ഇല്ല. അപ്പൊ ഈ സെക്ഷനിൽ കറണ്ട് ഇല്ലെങ്കിൽ ഈ സെക്ഷനെ നമുക്ക് അങ്ങ് ഒഴിവാക്കാം. ഈ സെക്ഷനിൽ കറണ്ട് ഇല്ല, പിന്നെ എന്തിനാണ് അതിനെ വെച്ചോണ്ടിരിക്കുന്നത്? അതില്ല എന്നങ്ങ് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് പോകുന്ന ഈ I2 എന്ന് പറയുന്ന കറണ്ട് തന്നെ അല്ലേ ഇവിടെ വന്നിട്ട് അങ്ങോട്ടങ്ങ് പോകുന്നത്? അപ്പൊ I2 തന്നെയാണ് എന്തായിട്ട് ഫ്ലോ ചെയ്യുന്നത്? I4 ആയിട്ട് പോകുന്നത്. അപ്പൊ I2 എന്തിന് ഈക്വൽ ആണ്? I4-ന് ഈക്വൽ ആണ്. അതുപോലെ നമ്മുടെ I1 എന്ന് പറയുന്ന കറണ്ട് ഇവിടെ എത്തിയിട്ട് അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് അങ്ങ് പോവുകയല്ലേ? അപ്പൊ I1 തന്നെയാണ് എന്തിന് ഈക്വൽ? I3-ക്ക് ഈക്വൽ. അപ്പൊ I1 എന്തിന് ഈക്വൽ ആവും? I1 I3-ക്ക് ഈക്വൽ ആവും. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിലെ I2-ഉം I4-ഉം ഈക്വൽ അല്ലേ? അപ്പൊ ഇത് ക്യാൻസൽ ആവും. I1-ഉം I3 ഈക്വൽ അല്ലേ? ക്യാൻസൽ ആവും. അപ്പൊ ബാലൻസ് എന്ത് വരും എന്ന് പറയൂ. R2/R4 ഈസ് ഈക്വൽ ടു R1/R3 എന്ന് വരില്ലേ? അടിപൊളിയല്ലേ? ഇനി അപ്പൊ നമുക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞു. R1/R3 ഈസ് ഈക്വൽ ടു എന്താണ്? R2/R4 എന്ന റിസൾട്ട് കിട്ടിയത് കണ്ടോ? ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് വീറ്റ്സ്റ്റോൺസ് പ്രിൻസിപ്പിൾ. എന്താണ്? വീറ്റ്സ്റ്റോൺസ് പ്രിൻസിപ്പിൾ എന്നാണ് പറയുക. അപ്പൊ എന്താണ് എഴുതിയിരിക്കുന്നത്? ഇതേമാതിരി 4 റെസിസ്റ്റർ ഒക്കെ ഫിറ്റ് ചെയ്തിട്ട് ഈ നടുക്കൂടെ ഇത് ഒരു ഗാൽവനോമീറ്റർ ഒക്കെ സെറ്റ് ചെയ്ത ഒരാൾ വെച്ചിരുന്നാൽ ഈ സെറ്റപ്പിനെ പറയുന്ന പേര് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് എന്നാണ്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഴുതാം R1/R3 ഈക്വൽ ടു R2/R4 എന്ന് എഴുതാൻ പറ്റും. ഈ പ്രിൻസിപ്പിളിനെ പറയുന്ന പേരാണ് വീറ്റ്സ്റ്റോൺസ് പ്രിൻസിപ്പിൾ. എന്താ പറയുക? വീറ്റ്സ്റ്റോൺസ് പ്രിൻസിപ്പിൾ. അപ്പൊ ഇതേമാതിരി 4 റെസിസ്റ്ററും ഫിറ്റ് ചെയ്തിട്ട് ഈ ഗാൽവനോമീറ്റർ സെക്ഷനിൽ കൂടെ കറണ്ട് ഇല്ല എന്ന് ഒരുത്തം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം? R1/R3 ഈക്വൽ ടു R2/R4 എന്ന് മനസ്സിലാക്കണം. ഓക്കെ അല്ലേ? ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഗാൽവനോമീറ്റർ സെക്ഷൻ വഴി കറണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ഈ ലൈനിൽ കറണ്ട് ഇല്ല. ഈ ലൈനിൽ കറണ്ട് ഇല്ല എങ്കിൽ
ബിയും ഡിയും ഒരേ പൊട്ടൻഷ്യൽ ആയിരിക്കും. എന്താണ്? ബിയും ഡിയും ഒരേ പൊട്ടൻഷ്യൽ ആയിരിക്കും. അപ്പൊ ഇവിടെ ഈ രണ്ട് പോയിന്റുകൾക്കിടയ്ക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല. അതുകൊണ്ടാണ് ഈ ലൈനിൽ എന്തില്ലാത്തത്? കറണ്ട് ഇല്ലാത്തതെന്നും കൂടെ മനസ്സിലാക്കണം. അപ്പോൾ ഗാൽവനോമീറ്റർ സെക്ഷൻ വഴി കറണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ബിയും ഡിയും ഒരേ പൊട്ടൻഷ്യലാണ് എന്ന് മനസ്സിലാക്കണം. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ബി ആൻഡ് ഡി വിൽ ബി 0. അപ്പോൾ ഇനി നിങ്ങൾ നോക്കുക, അപ്പൊ ഈ സെക്ഷൻ ഇല്ല. ഈ സെക്ഷൻ ഇല്ലെങ്കിൽ ഈ കറണ്ട് തന്നെയാണ് അങ്ങോട്ട് പോകുന്നത്, ഈ കറണ്ട് തന്നെയാണ് ഇങ്ങനെ പോകുന്നത്. അപ്പൊ I2 ഈക്വൽ ടു I4 ആണ്, I1 ഈക്വൽ ടു I3 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടി R1/R3 ഈക്വൽ ടു R2/R4 എന്ന് കിട്ടി. ഇതിനെ പറയുന്ന പേരാണ് വീറ്റ്സ്റ്റോൺസ് പ്രിൻസിപ്പിൾ. വീറ്റ്സ്റ്റോൺസ് പ്രിൻസിപ്പിൾ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഇവന്മാർ രണ്ടുപേരെ ഇന്റർചേഞ്ച് ചെയ്ത് വേണമെങ്കിൽ വയ്ക്കാം. അപ്പൊ R1/R2 ഈസ് ഈക്വൽ ടു R3/R4 എന്ന് വേണമെങ്കിൽ എഴുതാം. എന്താണ്? R1/R2 ഈസ് ഈക്വൽ ടു R3/R4. അപ്പൊ നോക്കൂ, R1/R2 ഈസ് ഈക്വൽ ടു R3/R4. അപ്പൊ പേര് നമ്മൾ എങ്ങനെ പറയുമെന്ന് ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞെന്താണ്? R1/R3 ഈസ് ഈക്വൽ ടു R2/R4 എന്നാണ് നേരത്തെ പറഞ്ഞത്. ഇപ്പൊ എന്താ പറഞ്ഞത്? R1/R2 ഈക്വൽ ടു R3/R4. അപ്പൊ നേരത്തെ ഹൊറിസോണ്ടലി പറഞ്ഞു, ഇപ്പൊ എങ്ങനെ പറഞ്ഞു? വെർട്ടിക്കലി പറഞ്ഞു. അപ്പൊ ഇതേമാതിരി 4 റെസിസ്റ്ററുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകിൽ ഹൊറിസോണ്ടലി പറയാം, ഇതേ ബൈ ഇതേ ഈക്വൽ ടു ഇതേ ബൈ ഇതായിരിക്കും കമ്പൽസറി. ഇനി അടുത്തെന്താണ്? അല്ലെങ്കിൽ പറയാം ഇതേ ബൈ ഇതേ ഈക്വൽ ടു ഇതേ ബൈ ഇതായിരിക്കും. ഈ പ്രിൻസിപ്പിളിനെ പറയുന്ന പേരാണ് വീറ്റ്സ്റ്റോൺസ് പ്രിൻസിപ്പിൾ. അപ്പൊ എന്താണ് സംഭവം? ഇതുപോലെ 4 റെസിസ്റ്ററുകൾ ഫിറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒരു കണക്ഷൻ വയർ ഉണ്ട്, ഇതിലൊരു ഗാൽവനോമീറ്റർ ഫിറ്റ് ചെയ്തിട്ട് ഒരാൾ നിങ്ങളുടെ പറയാണ് ഈ സെക്ഷനിൽ കൂടെ കറണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാം R1/R3 ഈക്വൽ ടു R2/R4 ആയിരിക്കും, ഡെഫിനിറ്റ്. ഇനി അല്ലെങ്കിൽ R1/R2 ഈക്വൽ ടു R3/R4 ആയിരിക്കും. ഇതിനെ പറയുന്ന പേരാണ് വീറ്റ്സ്റ്റോൺസ് പ്രിൻസിപ്പിൾ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്താണ്? ഈ ലൈനിൽ കൂടെ കറണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ബിയും ഡിയും സെയിം പൊട്ടൻഷ്യൽ ആണ്. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ബി ആൻഡ് ഡി വിൽ ബി 0. ഓക്കെ ആണേ? ഓക്കെ ആണേ? അപ്പോൾ ഈ സാധനങ്ങൾ മൊത്തത്തിൽ ഞാൻ ഒന്നുകൂടെ പറയും. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ട് പറഞ്ഞു തരിക എനിക്ക്. നിങ്ങളാണ് പറയേണ്ടത്. എന്താണ് ബാലൻസ്ഡ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ? ബാലൻസ്ഡ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താ? ഗാൽവനോമീറ്റർ വഴി 0 കറണ്ട് പാസ് ചെയ്യുന്ന കണ്ടീഷൻ. ഗാൽവനോമീറ്റർ വഴി 0 കറണ്ട് ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ, കറണ്ട് ഇല്ല എങ്കിൽ ആ ബ്രിഡ്ജിനെ പറയുന്ന പേരാണ് എന്ത് ബ്രിഡ്ജ്? ബാലൻസ്ഡ് ബ്രിഡ്ജ്. ഒന്നുകൂടെ പറയൂ. അപ്പൊ നമ്മൾ ആദ്യം ഇതുപോലെ വീറ്റ്സ്റ്റോൺസ് നെറ്റ്വർക്ക് വരച്ചു വയ്ക്കണം. അതിനകത്ത് ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ? ഇതുപോലെ 4 റെസിസ്റ്റർ വരച്ചു വയ്ക്കാൻ പറ്റില്ലേ? 4 റെസിസ്റ്ററുകൾ. ഓക്കെ, കറണ്ടൊക്കെ നമുക്ക് ലാസ്റ്റ് വരയ്ക്കാം. 4 റെസിസ്റ്ററുകൾ വരയ്ക്കുന്നു. ഒന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. പേര് പറയൂ. R1, R2, R3, R4. ഓക്കെ, ഇങ്ങനെ 4 റെസിസ്റ്റർ വരയ്ക്കുന്നു. ഇനി സെല്ലിൽ നിന്ന് കറണ്ട് വരുന്നു. വാട്ട് ഈസ് ദ കറണ്ട്? I. See, current reaches here, splits into 2 parts. What is this current? I1. അതിനകത്ത് ചിന്തിക്കേണ്ട കാര്യമില്ല. R1 കൂടെ ഉള്ള കറണ്ട് ഏതാണ്? I1. ഇതിൽ കൂടെ ഉള്ള കറണ്ട് ഏതാണ്? I2. ഇനി അടുത്തെന്താണ്? I2 എന്ന് പറഞ്ഞ കറണ്ട് ഇവിടെ എത്തിയിട്ട് എന്ത് ചെയ്യുന്നു? ആ കറണ്ട് 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, ഇതിൽ കൂടെ ഉള്ള കറണ്ടിനെ നമ്മൾ എന്താ പേരിട്ടത്? IG എന്നാണ് പേരിട്ടത്. IG. ഇനി ആ കറണ്ടിന് എന്താ പേരിട്ടത്? I4. ഇനി അടുത്ത് ഈ കറണ്ട് നേരെ താഴെ വരുന്നു, ഈ കറണ്ട് നേരെ താഴെ വരുന്നു, രണ്ടും കൂടെ ചേർന്ന് അങ്ങോട്ട് പോകുന്നു. ഈ കറണ്ടിന് എന്താ പേരിടുക? I3. ബുദ്ധിമുട്ടില്ല. ഇനി പേരിട്ടു ABCDA. ഓക്കെ, ഒരു കുഴപ്പമില്ല. ഇനി സെല്ലിന്റെ EMF എത്ര? E. ഇനി നിങ്ങൾ പറയും എന്താണ്? അപ്പൊ ആദ്യത്തെ സെന്റൻസ് എഴുതണം. എന്താണ്? വീറ്റ്സ്റ്റോൺസ് നെറ്റ്വർക്ക് ഈസ് ഷോൺ ബിലോ എന്ന് പറഞ്ഞിട്ട് ഈ പടം അങ്ങോട്ട് വരയ്ക്കണം. വരച്ചു കഴിയുമ്പോൾ തന്നെ 2 മാർക്ക് വീഴും. സോ ബാക്കി കഥകൾ പറയൂ. അപ്ലൈയിങ് കിർച്ചോഫ്സ് ലൂപ്പ് റൂൾ ഫോർ ദ ലൂപ്പ് ABDA. ABDAയിൽ കിർച്ചോഫിന്റെ ലൂപ്പ് റൂൾ പ്രയോഗിക്കുക. ABDA പറയൂ. ABDAയിൽ നിങ്ങൾ ഇതേ ഡയറക്ഷനിലേക്ക് പോകൂ. ഇനി പോകുന്ന ഡയറക്ഷനിലുള്ള കറണ്ട് എല്ലാം പോസിറ്റീവ്, പോകുമ്പോൾ ഓപ്പോസിറ്റ് കറണ്ട് വരണമെങ്കിൽ എന്നെ നെഗറ്റീവ് ആയിട്ട് എടുത്തോണം. പറയൂ. ഇന്ന് ബിയിലോട്ട് പോട്ടെ, പോയി. കറണ്ട് സെയിം ഡയറക്ഷനിലാണ്. ആ കറണ്ട് റെസിസ്റ്റൻസും കൂടെ ഇൻഡു ചെയ്യൂ. പറയൂ എന്താണ്? I2 R2 പ്ലസ് ബാക്കി പറയൂ. അടുത്ത് ബിയിലെത്തി. ബിന്ന് ഡിയിലോട്ട് പോകണം. ബിന്ന് ഡിയിലോട്ട് പോട്ടെ, IG RG അല്ലേ? പ്ലസ് അടുത്ത് ഡി നെയിലോട്ട് പോട്ടെ, കറണ്ട് പക്ഷെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ -I1 R1 ഈക്വൽ ടു 0. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ ആയി. അടുത്തേതാണ്? BCDB എന്നാണ്. BCDB പ്രയോഗിച്ചോ. ബിന്ന് സിയിലോട്ട് പോട്ടെ, ആ ഡയറക്ഷനിൽ തന്നെയാണ് കറണ്ട് വരുന്നത്. I4 R4 പ്ലസ് പറയൂ ബാക്കി. സിന്ന് ഡിയിലോട്ട് പോട്ടെ, സിന്ന് ഡിയിലോട്ട് പോയി, കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പം -I3 R3 പ്ലസ് അടുത്ത് ഡിന്ന് ബിയിലോട്ട് പോട്ടെ, കറണ്ട് ഓപ്പോസിറ്റ് ആണ്. അപ്പം -IG
RG is equal to total voltage is equal to 0 എന്നാണ് നമ്മൾ പ്രയോഗിച്ചു. ഇനി എന്താണ്? See, the four resistors can be adjusted. Means they are variable resistors. 4 റെസിസ്റ്ററുകൾ എന്താണ്? Variable resistors ആണ്. So, their values can be suitably adjusted. When values are suitably adjusted, the galvanometer current becomes 0. See, the values of R1, R2, R3 and R4 are suitably adjusted. The current in galvanometer is now 0. This condition is known as balanced condition. What is it called? Balanced condition. So, balanced bridge ആണ് ഇരിക്കുന്നത്. In a balanced bridge, what is the value of galvanometer current? 0. So, IG 0 ആണെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻ എങ്ങനെയാവുമെന്ന് പറയൂ. So, I2 R2 is plus അടുത്ത ടേം 0 into RG 0 minus I1 R1 is equal to 0. അടുത്ത പറയൂ. I2 R2 is equal to പറയൂ I1 R1. I1 R1. Equation number 1. ഈ ഇതിനകത്ത് എന്താവും പറയൂ. I4 R4 minus I3 R3 plus 0 into this 0 is equal to 0. Or I4 R4 is equal to പറയൂ I3 R3. Equation number 2. ഇനി എന്താ ചെയ്യണ്ടേ? Equation 1 divided by equation 2. So, see, I2 R2 divided by I4 R4 is equal to, say, right side, I1 R1 divided by I3 R3. ബുദ്ധിമുട്ടുണ്ടോ? ഇനി എന്താണ് ഞാൻ പറഞ്ഞത്? See, galvanometer current is 0. So, you can avoid galvanometer section and think. See, this current is 0. So, you avoid this section and think. See, I2 reaches here, it flows. See, I2 will be equal to I4. So, I2 will be equal to I4. Okay? Then, see, I1 will reach here, flows. See, I1 will be equal to I3. So, I1 will be equal to I3. Listen properly. I1 and I3 are equal, cancelled. I2 and I4 are equal, cancelled. So, what is the result you get? See, you get R2 by R4 is equal to R1 by R3. No problem. Or R1 by R3 is equal to what? R2 by R4. This result is known as Wheatstone's principle. What is it? Wheatstone's principle. ബുദ്ധിമുട്ടുണ്ടായോ? ഈ പ്രിൻസിപ്പിളിനെ പറയുന്ന പേരാണ് Wheatstone's principle. എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? എന്താണ്? R1 by R3 is equal to R2 by R4. എന്താണ്? See, നമ്മുടെ ഇവിടെ galvanometer പറയൂ. This current is what? 0 now. So, this condition is called balanced condition. In this condition, see, if you have 4 resistors like this, definitely you can say R1 by R3 will be equal to R2 by R4. This principle is known as Wheatstone's principle. You can interchange these two. So, it becomes R1 by R2 is equal to what? R3 by R4. In this form also you can write, say, R1 by R2 is equal to R3 by R4. You say either horizontally or vertically. പറയൂ R1 by R3 equal to R2 by R4 or R1 by R2 equal to R3 by R4. This is known by the name Wheatstone's principle. മനസ്സിലായോ? അപ്പൊ ഇതുപോലെ ഒരു നെറ്റ്വർക്ക് എന്നിട്ട് ഗാൽവനോമീറ്റർ സെക്ഷനിൽ കൂടെ കറണ്ട് ഇല്ല എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഇങ്ങനെ എഴുതാം. ബുദ്ധിമുട്ടുണ്ടോ? ഇത് സംഭവത്തിന് പറയുന്ന പേരാണ് Wheatstone's പ്രിൻസിപ്പിൾ. ഓക്കെ, നിങ്ങൾ എല്ലാം എനിക്ക് പറഞ്ഞു തരണം. ഓക്കെ, see, how will you write? See, explain Wheatstone's principle. This is a question in the examination. Explain Wheatstone's principle. So, how will you start? Wheatstone's network is shown below. Then you draw Wheatstone's network. Any doubt for that? Then, see, put names. Then, applying Kirchhoff's loop rule to the loop ABDA. Tell me, ABDA. Apply. See, AB, I2 R2, BD, IG RG, DA minus I1 R1 is equal to 0. No problem. Then for the loop BCDB, B to C, say I4 R4, C to D, parayu, minus I3 R3, then D to B, parayu, minus IG RG equal to 0. Okay. Then what is the next? See, the 4 resistors are suitably adjusted. The 4 resistors R1, R2, R3 and R4 are suitably adjusted such that galvanometer current is now 0. In that condition, the bridge is said to be balanced. So, put IG as 0 in both equations. You will get these two results. Am I right?
this can be written in this way, this can be written in this way. Then you divide your equations, you are dividing the equations. Then see what is the next. If galvanometer current is absent, then you can neglect this section and think. See, I2 reaches here, it follows the same path. See, it proceeds as such. So I2 will be equal to I4. Then I1 will reach here, it proceeds. So I1 will be equal to I3. Then if I1 and I3 are equal, they cancel. If I2 and I4 are equal, they cancel. So we get R2 by R4 is equal to R1 by R3. Or it can be rearranged. R1 by R2 is equal to R3 by R4. This is known by the name Wheatstone's principle. See, once again, listen properly. R1 by R3 is equal to R2 by R4, or R1 by R2 is equal to R3 by R4. This way you can explain which principle, Wheatstone's principle. Okay, അല്ലേ? ഇനി ഞാൻ ഒരു കാര്യം വരച്ചു കാണിക്കാം, ശ്രദ്ധിച്ചിരിക്കണം. See, what is this? Galvanometer section, galvanometer. So what is the current in galvanometer? Ig. Then I am going to change this circuit. ഈ സർക്യൂട്ടിനെ ഒന്ന് ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനകത്ത് അത്ഭുതങ്ങളൊന്നും തന്നെ ഇല്ല. ഇതുപോലത്തെ ഒരു പോയിന്റ് ഉണ്ട്, ഇതുപോലെ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ നിന്ന് 2 വയറാണ്, ആ പോയിന്റിൽ നിന്ന് 2 വയറാണ്. ഓക്കെ, ആ പോയിന്റിൽ നിന്ന് 2 വയറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എയിൽ നിന്ന് 2 വയറാണ് അല്ലേ. അപ്പോൾ എ എന്ന് പറയുന്ന ഈ പോയിന്റിൽ നിന്ന് 2 വയർ. ഓക്കെ, പോയിന്റിന്റെ പേര് എ എന്നാണ്. ഇനി ആ 2 വയറിലും 2 റെസിസ്റ്ററുകൾ. ഓക്കെ, 2 റെസിസ്റ്ററുകൾ. ഒന്നിത് ഒന്നിത്. ഓക്കെ, ഇതിന്റെ പേര് R1, ഇതിന്റെ പേര് R2. ഓക്കെ, ദെൻ അടുത്ത് ഈ ബിയിലെത്തി, ഇതാണ് ബി. ഓക്കെ, ഈ പോയിന്റിന്റെ പേരാണ് ബി. ഓക്കെ, ഒരു കുഴപ്പമില്ലല്ലോ. ഇനി ഈ പോയിന്റിലും എത്തി, ഈ പോയിന്റിന്റെ പേരാണ് ഡി. ഒരു കുഴപ്പമില്ല. ഈ സെക്ഷനിൽ ഒരു ഗാൽവനോമീറ്റർ ഫിറ്റ് ചെയ്യുക. അപ്പൊ ഇതാണ് ഗാൽവനോമീറ്റർ, കുഴപ്പമില്ലല്ലോ. ഇനി ബിന്ന് അടുത്ത കണക്ഷൻ, അവിടെ ഒരു റെസിസ്റ്റർ കണ്ടോ. ഓക്കെ, അതിന്റെ പേരാണ് R4. അടുത്ത ഡിന്ന് അടുത്ത കണക്ഷൻ, പറയൂ, ഡിന്ന് അടുത്ത കണക്ഷൻ കണ്ടോ, അതിന്റെ പേരാണ് R3. ഇനി ഇത് രണ്ടും കൂടെ ഇവിടെ സിയിൽ മുട്ടുന്നു. അപ്പൊ ഇത് രണ്ടും കൂടെ മുട്ടുന്നു, ഈ പോയിന്റിന്റെ പേരാണ് സി. ഇനി അടുത്ത് എന്താ, എയും സിക്കും ഇടയ്ക്ക് ആരെ, ബാറ്ററി, നമ്മുടെ സെൽ. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ ഇതും ഈക്വൽ ആണെന്നുള്ള ബോധം എല്ലാവർക്കും വേണം. സൊല്യൂഷൻ ഇതുപോലെ ഒരു സാധനം കണ്ടാൽ അപ്പോഴേ പറഞ്ഞോണം ഇതെന്താണ് സാധനം, ഇത് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് ആണ്. സി, the same circuit can be modified in this way. See, this is A, then from there two wires, then R2, R1, then B, then D, then between B and D galvanometer, then from there R4, then from here R3, they meet at C, then A and C in between cell. No problem. So both are Wheatstone's bridge. Okay, so this is Wheatstone's bridge, this is also Wheatstone's bridge. So if you find any circuit like this, tell me R1 by R3 is equal to R2 by R4, or R1 by R2 is equal to R3 by R4. Okay, this is called what, Wheatstone's principle. ഇതിൽ ബുദ്ധിമുട്ടുണ്ടായോ? ഇനി ഒരു കാര്യം കൂടെ നോക്കിക്കോണം. നമ്മൾ ഈ ഓർത്ത് വയ്ക്കേണ്ട ഒരു പോയിന്റ് ആണ്, നിങ്ങളുടെ ഈ ബാലൻസ്ഡ് ആയ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് ആണിത്. ഇതിനകത്ത് ഈ ഗാൽവനോമീറ്റർ ഇരിക്കുന്ന സ്ഥലത്ത് സെല്ലിനെ കയറ്റി വയ്ക്കുക, സെല്ലിരിക്കുന്ന സ്ഥലത്ത് ഗാൽവനോമീറ്ററിനെ വയ്ക്കുക. സോ യു ആർ ഗോയിങ് ടു ഇന്റർചേഞ്ച് ദ പൊസിഷൻസ് ഓഫ് ഗാൽവനോമീറ്റർ ആൻഡ് സെൽ. Then also the balancing conditions remain same. See, R1 by R2 will be definitely equal to R3 by R4. അപ്പോൾ അത് ഓർത്ത് വെച്ചോണം. See, on interchanging galvanometer and cell, ഗാൽവനോമീറ്ററിനെയും സെല്ലിനെയും ഇന്റർചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വരച്ചു നോക്കാം. നമുക്ക് വരച്ചു നോക്കാം. നോക്കൂ, ഇതണ്ടേ, ഇവിടെ ഗാൽവനോമീറ്റർ വരയ്ക്കുക, ഇവിടെ ഗാൽവനോമീറ്റർ വരയ്ക്കുക, ഇവിടെ സെല്ലും വരയ്ക്കുക. ഓക്കെ, ഇവിടെ സെല്ലും വരയ്ക്കുക. വരച്ചിട്ട് നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. വീട്ടിലിരിക്കുകയല്ലേ, സമാധാനമായിട്ടിരുന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ പറയാം, ഇവിടെ നിന്ന് മെയിൻ കറണ്ട് ഇറങ്ങി വരും. ഈ കറണ്ട് എത്രയായിട്ട് ഡിവൈഡ് ചെയ്യും? ഒന്ന് ഇങ്ങോട്ടും പോവും, പറയൂ, ഒന്ന് ഇങ്ങോട്ടും പോവും. ഓക്കെ, 2 കറണ്ടായിട്ട് പോവും. ഇനി അടുത്ത ഈ സെല്ലിന് ഇന്റേണൽ റെസിസ്റ്റൻസ് ഇല്ല എന്നങ്ങ് അസ്യൂം ചെയ്യുക. അപ്പോൾ ഈ കറണ്ട് നേരെ ഇവിടെ വരും, ആ കറണ്ട് ഇങ്ങോട്ട് പോവും. അപ്പോൾ ഈ കറണ്ട് നേരെ ഇവിടെ വരുന്നു, അങ്ങോട്ട് പോകുന്നു. അടുത്ത ഈ കറണ്ട് നേരെ ഇവിടെ വരുന്നു, ഇങ്ങോട്ട് പോകുന്നു. ഈ സെക്ഷൻ വഴി എന്തില്ല, കറണ്ട് ഇല്ല. ഗാൽവനോമീറ്റർ 0 കാണിക്കുന്നതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ സെക്ഷൻ വഴി കറണ്ട് ഇല്ല. അപ്പോൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കണ്ട. അപ്പോൾ I3 എന്ന് പറയുന്ന കറണ്ട്, I3 എന്ന് പറഞ്ഞ കറണ്ട് ഇവിടെ എത്തും, ഇങ്ങോട്ട് കയറി പോവും. അടുത്തെന്താണ്, R1 എന്ന് പറയുന്ന ഇതിൽ കൂടെ ഉള്ള കറണ്ടായ I1 നേരെ എവിടെ എത്തും,
അത് അങ്ങോട്ട് പോകും. ഓക്കെ, പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല. ഇപ്പം എന്തൊക്കെയാണ് നമ്മുടെ ഇവിടുന്ന് കറണ്ട് ഇറങ്ങി വരുന്നു. കറണ്ട് എന്താണ്? മെയിൻ കറണ്ട് ആണ് ഐ. ഈ ഐ എന്ന് പറഞ്ഞ കറണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കൂടെ സിമ്പിളാക്കി പറയാം. എന്തൊക്കെയാണ്? ഐ എന്ന് പറയുന്ന ഒരു കറണ്ട് ഞാൻ വരച്ച് കാണിച്ചു തരട്ടെ, മാറ്റി വരച്ച് കാണിച്ചു തരാം. അതാണ് ഇതുകൂടെ നല്ലത്. നിങ്ങളല്ലെങ്കിൽ അതിനകത്തിട്ട് ഇല്ലാതാക്കിയ എല്ലാം കുളമാക്കും. സൊല്യൂഷൻ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ഇത് ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടല്ലോ. സി യു ഇന്റർചേഞ്ച് യുവർ ഗാൽനോമീറ്റർ ആൻഡ് സെൽ. സി അവർ ബ്രിഡ്ജ്, നോ പ്രോബ്ലം. ഇങ്ങനെ ഒന്നും വരച്ചളയരുത്, നിങ്ങൾ മര്യാദയ്ക്ക് വരയ്ക്കണം. ഓക്കെ, സോ റെസിസ്റ്റേഴ്സ്, ദെൻ സി here galvanometer. See, I told you galvanometer is showing 0. So in this section no current. Then അടുത്തെന്താണ്? Here a cell. So this is a cell. Okay, R1, R2, then R3, R4. Okay, A, B, C, D. അതിനൊന്നും ഒരു മാറ്റമില്ല. ഇവിടെ നിന്ന് ഇറങ്ങി വരുന്ന കറണ്ട് എത്രയാ? I. നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവാൻ സുഖമുള്ള ഫോമിൽ പറയാം. I എന്ന് പറഞ്ഞ കറണ്ട് ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് എത്രയായിട്ട് ഡിവൈഡ് ചെയ്യുന്നു? ഇതാ ഒരു കറണ്ട് ഇങ്ങോട്ട് പോയി. ഈ കറണ്ടിനെ ഞാൻ I1 എന്ന് വിളിക്കുന്നു. ബാക്കി എത്ര? I ആണ് വന്നത്, I1 അങ്ങോട്ട് പോയി. ബാക്കി എത്ര? I മൈനസ് I1. അപ്പൊ ഈ I മൈനസ് I1 ഇങ്ങോട്ട് പോകും. I മൈനസ് I1 ഇങ്ങോട്ട് പോകും. അപ്പൊ I മൈനസ് I1 ഇങ്ങോട്ട് പോകും. കുഴപ്പമില്ലല്ലോ. ഇനി ഈ I1 എന്ന് പറയുന്ന കറണ്ട് നേരെ ഇവിടെ വരും. ഇവിടെ വന്നിട്ട് I1 തന്നെ ഇങ്ങോട്ട് കയറി പോകും. ഓക്കെ, കാരണം ഇങ്ങോട്ടൊന്നും പോണില്ലല്ലോ, ഇല്ല. അപ്പോൾ I1 തന്നെ അങ്ങോട്ട് കയറി പോകും. അടുത്ത ഈ I1 എന്ന് പറയുന്ന കറണ്ട് നേരെ ഇവിടെ വരും. ഓക്കെ, ഇവിടെ വരും. എന്നിട്ട് ഈ ലൈനിൽ കൂടെ പോകുന്ന കറണ്ട് എത്രയാ? I ആണ്. അപ്പൊ I1 ഇവിടെ വന്നു. ഓക്കെ, I1 നിന്ന് I പോയാൽ I1 മൈനസ് I. അപ്പൊ ബാക്കി I1 മൈനസ് I ഇങ്ങോട്ട് പോകും. ഓക്കെ, ഈ I1 മൈനസ് I ഇവിടെ വരും. അടുത്ത I മൈനസ് I1 ഇവിടെ വരും. അപ്പൊ എന്ത് സംഭവിക്കും പറയൂ? രണ്ടും കൂടെ ചേരുമ്പോഴത്തേക്ക് എത്രയായി? I1 മൈനസ് ഐയും ഇനി ബാക്കി പറ പ്ലസ് അടുത്ത് I മൈനസ് I1 കൂടെ ചേരുമ്പോൾ എത്രയായി? ഏതൊക്കെ വെട്ടിപ്പോയി? ഇത് രണ്ടും പോയി, ഇത് രണ്ടും പോയി. അപ്പൊ നെറ്റ് കറണ്ട് ഇങ്ങോട്ട് ഇനി പോകാൻ കറണ്ട് ഇല്ല. ഓക്കെ, അപ്പൊ കുഴപ്പമൊന്നുമില്ല, ടെൻഷൻ ഒന്നും അടിക്കണ്ട. നമുക്കൊന്നും കൂടെ പറയാം. സി മെയിൻ കറണ്ട് I splits into two parts. See, this current can be taken as I1. ബാലൻസ് എത്ര? I മൈനസ് I1. ഈ I1 നേരെ ഇവിടെ വരും. ഓക്കെ, അത് I1 ആയിട്ട് തന്നെ അങ്ങോട്ട് പോകും. ഓക്കെ, I1 ഇവിടെ എത്തും. ഇനി ബാക്കി പറയൂ. I1ന്റെ ഒരു പാർട്ട് ഇങ്ങോട്ട് പോകുന്നതായിട്ട് അസ്യൂം ചെയ്യുക. I1 നിന്ന് I പോയി. ബാക്കി എത്ര? I1 മൈനസ് I. ഇനി അടുത്ത് ഇവിടെ നിന്ന് പോകുന്ന കറണ്ട് എത്ര? I മൈനസ് I1. ഓക്കെ, പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല, അപ്പോൾ ടെൻഷൻ ഒന്നും പിടിക്കരുത്. ഇനി ഇതിനകത്ത് നമ്മൾ പ്രയോഗിച്ച് നോക്കിയാൽ യു ക്യാൻ ഗെറ്റ് R1/R2 ഈക്വൽ ടു R3/R4 എന്ന് തന്നെ കിട്ടും. അപ്പോൾ അത് നിങ്ങൾ കൂടുതൽ ടെൻഷൻ ഒന്നും അടിക്കണ്ട, ആരും ചോദിക്കാനൊന്നും പാടില്ല. സി വാട്ട് ഈസ് അവർ ക്വസ്റ്റ്യൻ? In a balanced Wheatstone's bridge on interchanging galvanometer and cell, the balancing conditions remain same. So ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം. So in the balanced Wheatstone's bridge പറയൂ, on interchanging galvanometer and cell, the balancing condition, that is R1/R2 is equal to R3/R4 remains same. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കാനുള്ള ഒരു കാര്യം കൂടെ, ചിലപ്പോൾ ടീച്ചേഴ്സ് നിങ്ങളെ വേറെ രീതിയിൽ ഇത് പറഞ്ഞെന്നിരിക്കും. ഇതിപ്പോൾ NCERT ബേസ്ഡ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. ടീച്ചേഴ്സ് ചിലപ്പോൾ പേരൊക്കെ മാറ്റിയിട്ട് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം. അതൊന്ന് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. സി സെൽ, നോ പ്രോബ്ലം. ദെൻ 4 റെസിസ്റ്റേഴ്സ്. ഇതെല്ലാം കറക്റ്റായിട്ട് വരയ്ക്കണം കേട്ടോ. ഓക്കെ, സി R1 അതൊക്കെ മാറ്റി. ഇത് PQRS എന്ന് പേരിടും. ഓക്കെ, ഇനി ഈ നടുക്കുള്ള സെക്ഷനിൽ ഗാൽവനോമീറ്റർ അതൊക്കെ ഓക്കെ. ഇവിടെ നിന്ന് ഇറങ്ങി വരുന്ന കറണ്ട് ആയി. ഓക്കെ, ഇനി കറണ്ട് ഇവിടെ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഈ കറണ്ട് എത്ര? I1. ഓക്കെ, ബാക്കിയുള്ള കറണ്ട് എത്രയാ? ഇതിലെ കറണ്ടിനെ I മൈനസ് I1 എന്ന് പറയും. എന്താ പറയുക? I മൈനസ് I1. ഓക്കെ, ഇനി അടുത്തെന്താ? ഇത് I1 എന്ന് പറഞ്ഞ കറണ്ട് ഇവിടെ ചെന്നു. I1 എന്ന് പറഞ്ഞ കറണ്ട് ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. പറയൂ, ഇത് IG, ബാക്കി പറ. I1 ആണ് ഇവിടെ വന്നത്, IG ഇങ്ങോട്ട് പോയി, ബാക്കി I1 മൈനസ് IG എന്ന് ഇവിടെ എഴുതും. മനസ്സിലായി? ഇനി അടുത്ത IG ഇവിടെ വരും, I മൈനസ് I1 ഇവിടെ വരും. രണ്ടും കൂടെ ചേർന്നിട്ട് പറയൂ, ഈ വരുന്ന കറണ്ട് IG,
ഇത് I മൈനസ് I1. അപ്പൊ രണ്ടും കൂടെ ചേരുമ്പോൾ ഇങ്ങോട്ട് പോകുന്ന കറണ്ട് എത്രയാ? I മൈനസ് I1 പ്ലസ് IG ആണ്. ഓക്കെ, ഈ കറണ്ട് അവിടെ ചെല്ലും, അവിടെ നിന്ന് I1 മൈനസ് IG ചെല്ലും. അപ്പൊ എത്രയായി? I മൈനസ് I1 പ്ലസ് IGയും പറയൂ പ്ലസ് I1 മൈനസ് IGയും കൂടെ ചേരും. അപ്പൊ ഏതൊക്കെ ക്യാൻസൽ ആവും? ഇത് പോവും, അടുത്ത ഇത് പോവും, ബാക്കി പറ I മാത്രം. അപ്പൊ I മാത്രം ഇങ്ങോട്ട് തിരിച്ചിറങ്ങി വരും. മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്ന് ഫാസ്റ്റ് ആയിട്ട് പറയാം. സേ വാട്ട് ഈസ് ദ മെയിൻ കറണ്ട്? I ഇവിടെ വന്നിട്ട് എത്രയും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, ഈ കറണ്ട് I1, ബാലൻസ് എത്ര? I മൈനസ് I1. ഇതിൽ ഡൗട്ട് ഇല്ലല്ലോ. ഇനി ഈ I1 എന്ന് പറഞ്ഞ കറണ്ട് ഇവിടെ ചെന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഈ കറണ്ട് എത്ര? IG. ബാക്കി എത്ര? I1 മൈനസ് IG. അടുത്ത് ഈ IG എന്ന് പറഞ്ഞ കറണ്ട് ഇവിടെ വരും, I മൈനസ് I1 ഇവിടെ വരും. ഇവിടെ വന്നിട്ട് രണ്ടും കൂടെ ആഡ് ആവും. ആഡ് ആയിട്ട് I മൈനസ് I1 പ്ലസ് IG ഇങ്ങോട്ട് പോകും. ഓക്കെ, ഇനി ഈ I മൈനസ് I1 പ്ലസ് IG ഇവിടെ വരും, I1 മൈനസ് IG ഇവിടെ വരും. രണ്ടും കൂടെ ആഡ് ആകുമ്പോഴത്തേക്ക് എത്ര വരും? I ഇങ്ങോട്ട് ഇറങ്ങി വരും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് കയറി പോയ കറണ്ടും I, ഇറങ്ങി വന്ന കറണ്ടും I. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ടീച്ചേഴ്സ് നിങ്ങളെ പറ്റിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏത് എഴുതിയാലും മതി, നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് എഴുതുക. ഞാനിപ്പം പറഞ്ഞത് വലിയ പ്രയാസമൊന്നുമുള്ള സാധനമൊന്നും അല്ല. സോ അപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞ ഈ PQRS ഒരുപാട് ബുക്കുകളിൽ പറയുന്നതുകൊണ്ട് ഞാൻ പണ്ടതായിരുന്നു നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. സോ ടെൽ മീ, സർക്യൂട്ട് ഒന്ന് പറയൂ. ഇതുപോലെ വരയ്ക്കുക, പറഞ്ഞോ. ഇതാണ് സാധനം, പറയൂ. EMF ഓഫ് ദ സെൽ. ഈ റെസിസ്റ്ററൊക്കെ ഇങ്ങനെ വരച്ചോളായിരുന്നു, നിങ്ങൾ മര്യാദയ്ക്ക് വരയ്ക്കണം. സോ ഓക്കെ, പേര് പറയൂ. PQRS. ഇനി ഇവിടുന്ന് വന്ന കറണ്ട് എത്ര? I. ഈ സെക്ഷനിൽ ഗാൽവനോമീറ്റർ വരയ്ക്കണ്ടേ? പറഞ്ഞോ. I ഇവിടെ വന്നു, എത്രയായിട്ട് സ്പ്ലിറ്റ് ആയി? രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി. പറഞ്ഞോ. ഇതിലെ കറണ്ട് I1 അല്ലേ? ബാക്കി എത്ര? I വന്നു, I1 അങ്ങോട്ട് പോയി, ബാക്കി എത്ര? I മൈനസ് I1. ഇനി അടുത്തെന്താണ്? I1 ഇവിടെ വന്നു. ഓക്കെ, ഇവിടെ വന്നിട്ട് ഒരു പാർട്ട് ഇങ്ങോട്ട് പോയി. ഈ കറണ്ട് എത്ര? ഗാൽവനോമീറ്റർ കറണ്ട്. ബാലൻസ് എത്രയാ? I1 മൈനസ് IG ഇങ്ങോട്ട് പോയി. I1 മൈനസ് IG. ആർക്കും മനസ്സിലാവായിക്കൊണ്ടോ? ദെൻ I മൈനസ് I1 ഇവിടെ വന്നു, അടുത്ത IG ഇങ്ങോട്ട് വന്നു. രണ്ടും കൂടെ ചേർന്ന് ഒറ്റ കറണ്ടായിട്ട് അങ്ങോട്ട് പോകും. പറയൂ, എത്രയാ? I മൈനസ് I1 പ്ലസ് IG. കുഴപ്പമില്ലല്ലോ. ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യം, ഈ I മൈനസ് I1 പ്ലസ് IG ഇവിടെ വരുന്നു, I1 മൈനസ് IG ഇവിടെ വരുന്നു. രണ്ടും കൂടെ ചേരുമ്പോൾ എത്ര ആവുമെന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. I മൈനസ് I1 പ്ലസ് IG പ്ലസ് അടുത്ത പറയൂ I1 മൈനസ് IG. രണ്ടും കൂടെ ആഡ് ആയാൽ എത്ര വരും? നിങ്ങൾ തന്നെ പറയൂ. ഇതും വെട്ടി, ഇതും വെട്ടി. സോ ഇറ്റ് ഈസ് എ കറണ്ട് I. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന കറണ്ട് എത്ര? I. സോ കറണ്ട് എൻ്ററിങ് ഈസ് I, കറണ്ട് ലീവിങ് ഈസ് ആൾസോ I. സോ ഇൻ ദിസ് വേ ആൾസോ യു ക്യാൻ ഡ്രോ. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ പറയൂ. P/Q ഈസ് ഈക്വൽ ടു R/S. അതല്ലേ? R/S ഈസ് ഈക്വൽ ടു P/Q. അത് തന്നെയാണ് P/Q ഈസ് ഈക്വൽ ടു R/S. അപ്പോൾ എങ്ങനെ പറഞ്ഞാലും മതി, either horizontally or vertically. So listen, നമ്മൾ പറഞ്ഞ രീതിയിൽ R1, R2, R3, R4. So R1 by R2 is equal to R3 by R4, or R1 by R3 is equal to R2 by R4. Okay, here P/Q equal to R/S. നിങ്ങൾ ഒന്നും വേണ്ട, വേറെ പേരുകളൊന്നും ചിന്തിക്കണ്ട. ഹോറിസോണ്ടലി ഓർ വെർട്ടിക്കലി പറയൂ. ഹോറിസോണ്ടലി പറയൂ P/Q equal to R/S. വെർട്ടിക്കലി പറയൂ P/R equal to Q/S. ഇനി തിരിച്ചു വേണമെങ്കിലും പറയാം R/P equal to S/Q. ഓക്കെ, ഏതെങ്കിലും ഒന്ന് താഴെ നിന്ന് മേലോട്ടാണ് പറഞ്ഞെങ്കിൽ അപ്പുറത്തെ സൈഡിലും താഴെ നിന്ന് മേലോട്ട് തന്നെ പറയണം. സോ ലിസൺ, R/P equal to S/Q, അല്ലെങ്കിൽ P/R equal to Q/S, അല്ലെങ്കിൽ P/Q equal to R/S. Okay, you say either horizontally or vertically. So this setup is known as Wheatstone's network. പ്രയാസം തോന്നിയോ? നല്ല എളുപ്പമല്ലേ ഇത്? ഓർത്ത് വയ്ക്കണം. So if you have 4 resistors like this, and in between if there is galvanometer, and if somebody is telling you the galvanometer current is 0, you can plainly say R1 by R2 is equal to R3 by R4. Okay, this is called Wheatstone's principle.